നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഏകദേശം 2 monthsന് ശേഷമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടുന്നത്. വേറൊന്നുമല്ല, എനിക്ക് എന്താ പറയണ്ടേ, പേഴ്സണലായിട്ടുള്ള കുറേ തിരക്കുകളായിപ്പോയി. ഒന്ന് പറയുന്നത്, ഞാൻ മുന്നേ നിന്നുകൊണ്ടിരുന്ന വീട് അവിടെ നിന്ന് കോൺട്രാക്ട് എൻ്റെ ആൻഡ് ഐ ഹാഡ് ടു മൂവ് ഔട്ട് ഫ്രം ദാറ്റ് പ്ലേസ്. സോ ദാറ്റ് വാസ് സോ അൺവാറണ്ടഡ്. ആൻഡ് പിന്നെ അതിനിടയ്ക്ക് എനിക്ക് 2 places ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ആൻഡ് രണ്ടാമത്തെ പ്ലേസാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സോ ആ ചേഞ്ചിനോടൊപ്പം തന്നെ എനിക്ക് പുതിയ ജോലിയിലോട്ട് മാറ്റം കിട്ടി. അങ്ങനെ അതൊന്ന് സെറ്റിലായി വരാൻ ഏകദേശം 1 മാസം എടുത്തു. സോ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ബട്ട് എനിവേസ്, ഐ എം ബാക്ക് നൗ. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐഡ് ലൈക്ക് ടു ഗിവ് യു എൻ ഇൻട്രൊഡക്ഷൻ. I'm a UX designer based in UK, London, and I'm just walking you through my journey of what I changed about myself and how my life in UK is all about, and what are my observations. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ I want to apologize for one thing. My nails are so chipped, and the reason being is because I'm very fidgety and hands-on with many things. അപ്പം ഈ നെയിൽസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഒരു 2-3 weeks ആകുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി തുടങ്ങും. ആൻഡ് ഐ ഓൾറെഡി ഹാവ് എ ബ്രിട്ടിൽ നെയിൽസ്. സോ the point is, ഞാൻ സംസാരിക്കുമ്പോൾ I tend to use my hands a lot, and I know it's very distracting and ugly, so please bear with me. അത് പറയാനാണ്. ഓക്കെ, സോ ആദ്യം തന്നെ എനിക്ക് എന്താ പറയണ്ട, വളരെ 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 നല്ലൊരു തുടക്കമാണ് ഈ വർഷത്തെ ഇയർ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ആക്ച്വലി 24th ഡിസംബറിൽ ഞാൻ നമ്മളുടെ ക്രിസ്മസ് മാസ് കൂടാനായിട്ട് പോയി. സോ അന്നേ ഞാനൊന്ന് വിഷ് ചെയ്താണ്, 2026 ഷുഡ് ബി a brand new year for me, and it should bring all the prosperity and വിഷ് ഫുൾഫിൽമെൻറ്റ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നല്ലപോലെ പ്രേ ചെയ്തായിരുന്നു നമ്മളുടെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ. ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, ബോൺ ക്രിസ്ത്യൻ അല്ല ഞാൻ, പക്ഷേ ഐ ബിലീവ് ഇൻ ജീസസ്. ഓക്കെ, ബിക്കോസ് ദ റീസൺ ഇസ് ഐ ഗ്രൂ അപ്പ് ഇൻ കോൺവെൻറ്റ് സ്കൂൾസ്, ആൻഡ് I have few cousins in my family who converted to Christianity, so I'm very closely aligned with Christianity and their beliefs. So I am a practicing Hindu, but still, okay, I just wanted to give it out there, but I really believe in that Christian values. 2026 has been so far a very good, prosperous year for me. As you can see in my face, I'm genuinely happy from within. So I wanted to share this good news. ഞാനിപ്പോൾ താമസിക്കുന്ന വീടാണെങ്കിൽ I could just say that this is something that I've always wanted to be a part of. It's a beautiful home, and my everything I can just wish for എന്ന് പറയാം. പക്ഷേ it took me a lot of time. So എന്നെ അറിയാവുന്നവരാണെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സ് ഈ കാണുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, എന്നെ പേഴ്സണലി അറിയാവുന്നവരാണെങ്കിൽ അറിയാം, I did not have a very smooth sailing journey in the UK, and I have often discussed about the issues that I face on a daily basis. But I can only say, even though the experience was humbling, it's worthwhile and it's very fulfilling to me. And UK വന്നതിന് ശേഷം എൻ്റെ പേഴ്സണാലിറ്റിക്കും എൻ്റെ ഗ്രോത്തിനും ഒക്കെ വളരെയധികം ഫ്യൂവലിംഗ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു നന്ദി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്നത്. ഇറ്റ് ഹാസ് ഷേപ്ഡ് മീ ഇൻ ടു എ വെരി എന്താ പറയണ്ട, ഹോൾസം പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ബേസിക്കലി എന്താ പറയണ്ട, നിങ്ങളോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും നിങ്ങളോടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് തരാനായിട്ട് മെസ്സേജ് ഒന്നും അങ്ങനെയായിട്ടൊന്നും ഇല്ല. ബട്ട് കുറച്ച് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ വീട് മാറിയപ്പോൾ തന്നെ സത്യം പറയാമല്ലോ, ഞാൻ UK വന്നതിന് ശേഷം 3.5 വർഷത്തിന് മേളിലായി ഞാനിവിടെ UK വന്നിട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 4 വർഷമായി. 4 വർഷമായിട്ടും ഞാൻ ആക്ച്വലി ഏകദേശം ഒരു 6-7 വീട് ഞാൻ മാറിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിലുള്ള എനർജി എന്ന് പറയുന്നത്, I can just feel it. It's touch wood. It's one of the best places that I found. അത് ആ പ്ലേസ് കണ്ടുപിടിക്കാൻ തന്നെ
എനിക്ക് വളരെയധികം സമയം എടുത്തു എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയണ്ടേ, ലാൻഡ് ലേഡി വളരെ എന്താ പറയണ്ടേ, അവരുടെ അനാസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നെഗറ്റീവിലോട്ടൊന്നും ഞാൻ അധികം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മളുടേതല്ലാത്ത റീസൺസ് കൊണ്ട് ഇങ്ങനെ മാറേണ്ടി വന്നു. അപ്പോൾ വളരെയധികം സങ്കടമുണ്ട്. കാരണം നമ്മൾ 1 വർഷത്തിന് മേളിൽ നമ്മളുടെ ഡ്രീംസ്, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ആഘോഷിക്കാനായിട്ട് അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലിരുന്ന സമയത്ത് കിട്ടിയ വീടാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗസസ് ക്യാൻ റിയലി ഹോൾഡ് ഇൻ ദി എനർജി അല്ലേ. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ആണെങ്കിലും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ വിഷമങ്ങൾ, അവരുടെ സോറോസ്, അവരുടെ എന്താ പറയണ്ട ആ ഒരു ഗ്രിറ്റ് ആൻഡ് എഫേർട്ട്, അതിൻ്റെ ഒക്കെ ഒരു എനർജി ഫ്ലോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു, ഞാനിപ്പോൾ ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ലൈക്ക് ഹൗസ് ഷെയറിങ്. കാരണം ഞങ്ങൾ രണ്ടുപേരും, ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും, ഞങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ടൊരു വീട് എടുക്കാനുള്ള അത്രയും ലക്ഷറി ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. സോ ജസ്റ്റ് ബീങ് വെരി ഫ്രാങ്ക്, ഓക്കെ, ഐ എം ലിവിങ് ഇൻ ലൈക്ക് ലണ്ടൻ സോൺ 3, സോൺ 4. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇവിടെ നിൽക്കുന്നവർക്കാണെങ്കിൽ അറിയാതെ എന്തുമാത്രം എക്സ്പെൻസീവ് ആണെന്നുള്ളത്. സോ ടേക്കിംഗ് അവർ ഓൺ ഹൗസ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ മീ നൗ. സോ ഹൗസ് ഷെയറിങ്ങിൽ നമ്മൾ നിൽക്കുമ്പോൾ യു ഹാവ് ടു ബി വെരി വെരി ഡിസേർണിങ്. ലൈക്ക് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്, അവരുടെ എനർജി, അതൊക്കെ നമ്മളെ ഓൺ എ ഡെയിലി ബേസിസ് വളരെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ആ നിന്ന വീട്ടിൽ നിന്ന് എനിക്ക് വരാനായിട്ട് ഒത്തിരി മാനസികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് എൻ്റെ ലൈഫിൽ ഓരോരോ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ I just want to be very very grateful. I just want to express my gratitude for that, and my thanks to all my well-wishers and supporters who are watching this video. So അതാണ് എൻ്റെ ആദ്യമായിട്ട് എനിക്കിവിടെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമതായിട്ട് എന്നോട് ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ലൈക്ക് UK വരാൻ എന്താണ് വഴി, മാസ്റ്റേഴ്സ് എടുക്കണോ, അതിനൊക്കെ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എത്ര രൂപയാവും, ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ലിറ്ററലി ഒരു എക്കോണമി ക്രൈസിസിലും ലിറ്ററലി ഒരു വാർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ്. If you frankly ask me my opinion, this is not the best time to come to UK for anything. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഒരാളോട് ഞാൻ സംസാരിച്ചായിരുന്നു. എനിക്ക് എൻ്റെ കൂടെ ഒരു കോഴ്സിന് കൂടെ പഠിക്കാമെന്നൊരു പയ്യനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഓക്കെ, ഇത് തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുന്നത്, നമ്മൾ ഒരു സേഫ്റ്റി ബ്ലാങ്കറ്റിലിരിക്കുകയാണ് പലരും. ഞാൻ സോഷ്യൽ ക്ലാസ് വെച്ചോ, ഇക്കോണമി അവരുടെ എന്താ പറയണ്ട ക്ലാസ് വെച്ചിട്ടോ, ഇക്കോണമി ക്ലാസ് വെച്ചിട്ടോ ഒന്നും അല്ല ഞാൻ, അതായത് ഇക്കണോമിക് സ്റ്റേറ്റസ് വെച്ചിട്ട് ഞാൻ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷേ നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻകാർ ബോംബ് ഇടുന്നത് കൊണ്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടായ ഒരു മേജർ പ്രശ്നം എന്താണ്, അവർക്ക് ഗ്യാസ് മേടിക്കാൻ പറ്റുന്നില്ല. ആ ഗ്യാസ് മേടിക്കാൻ പറ്റാത്തപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു കൺട്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് അറിയുമ്പോൾ അവരെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഗ്യാസ് കിട്ടുന്നില്ല എന്നുള്ള സംഭവം ചെറുതാണ്, പക്ഷെ വലിയൊരു എഫക്റ്റ് ആണത് അല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഇക്കോണമിയിൽ എഫക്റ്റ് ചെയ്യുകയും ജോലിയിൽ എഫക്റ്റ് ചെയ്യുകയും അവരുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലുള്ള വെസ്റ്റേൺ സൊസൈറ്റിയിൽ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഡയറക്റ്റ്ലി ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യം. നമ്മളുടെ പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടും നമ്മുടെ ഡെയിലി സാധനങ്ങൾക്ക്. അതായത് ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയാണ്. അപ്പം ഇന്ത്യയിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ആ ഒരു സേഫ്റ്റി ബ്ലാങ്കറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെ പറ്റിയും, നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയണ്ട നോളജിലോട്ട് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ നാട്ടിൽ ഇരുന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഓക്കെ എനിക്ക് UK പോയി മാസ്റ്റേഴ്സ് എടുക്കണം, കാര്യം അതിൻ്റെ പുറകിലുള്ള കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ബിക്കോസ് ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഐ വോണ്ട് ടു സീ ദ വേൾഡ്.
അതുകൊണ്ടാണോ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒരിടത്ത് പോകണം, നിങ്ങൾക്ക് ഒരിടത്ത് നിങ്ങളുടെ എന്താ പറയണ്ടത് ജേർണി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ എങ്ങനെയെങ്കിലുമൊക്കെ ആണോ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ UK വരണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഞാൻ ഒരിക്കലും എന്താ പറയേണ്ടത് നിങ്ങളുടെ ഡ്രീംസിന് തടയിടാനോ നിങ്ങൾ അതിന് അർഹരല്ലോ എന്ന് പറയാനായിട്ട് യാതൊരു എന്താ പറയണ്ട ഒരു ഒഡാസിറ്റിയും എനിക്കില്ല, അല്ലെങ്കിൽ അതോറിറ്റിയും എനിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഒരാൾ എന്നെ സമീപിച്ച് വരികയാണെങ്കിൽ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്നോട് ചോദിച്ചു വരുന്നവരോടൊക്കെ ഞാൻ 2 വശമാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വലിയ ധാരണയില്ല. സോ അവരിങ്ങനെ മനക്കോട്ട കെട്ടി വരുവാണ്. സോ ഇവിടെ വന്നിട്ട് എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ സ്വയം കണ്ണിൽ പൊടിയിട്ട് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇവിടെ വരുന്നതാണെങ്കിൽ വ്യക്തമായ ലക്ഷ്യവും വ്യക്തമായിട്ടുള്ള ലേസർ ഷാർപ്പ് ഫോക്കസും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് എത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്ന ഞാൻ പോലും അത്രയും എഫേർട്ട് എന്നെക്കാട്ടിലൊക്കെ ലൈക്ക് 2-3 ടൈംസ് എഫേർട്ട് ഇട്ട് കയറിയ ആൾക്കാരുണ്ട്. സോ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഐ റിവർ ദം, ഓക്കെ, ഐ റെസ്പെക്ട് ദം എ ലോട്ട്. അപ്പം അത്രയും എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണോ? ഇന്നത്തെ എക്കോണമിയിൽ ഇങ്ങനെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഒരു എക്കോണമിയിൽ നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് നിങ്ങൾ സ്വന്തം വഴി വെട്ടി തെളിക്കാൻ, അല്ലെങ്കിൽ അത്രയും എന്താ പറയണ്ടത് ഡീപ്പ് റൂട്ടഡ് ഒരു കൺവിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോരെ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, പണ്ട് പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ഇവിടെ കാശുണ്ടാക്കുക, അതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴി വെട്ടി തെളിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി പോരെ. അത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാത്ത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ UK ആവണമെന്ന് തന്നെ ഇല്ല. ഇതാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കുന്ന ഒരു പൊതുവിലുള്ള ഒരു എന്താ സജഷൻ, അഡ്വൈസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സജഷൻ. അപ്പോൾ ഈ ഇടയ്ക്ക് എന്നെ വിളിച്ച ആളും പുള്ളിക്ക് വലിയ ധാരണയില്ല, അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിവില്ല. അത് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റില്ല. ഐ എം വെരി ഹാപ്പി ടു ഡൂ ദാറ്റ്. ഐ ആം വില്ലിങ് ടു ഡൂ ദാറ്റ് ആസ് വെൽ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇടുന്നത്, IELTS എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു ഗൈസ്. അതൊക്കെ എനിക്ക് ചെയ്യാം. പക്ഷേ ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഗുണമുണ്ടോ, നിങ്ങൾ എന്ത് പേർപ്പസിനാണ് വരുന്നത്, അത് നിങ്ങളെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിച്ചാൽ ഐ ക്യാൻ റിയലി ഹെൽപ്പ് യു വിത്ത് ലൈക്ക് ഫ്യൂ തിങ്സ്, ലൈക്ക് അഡ്മിഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം. കാരണം ഞാനിത് എൻ്റെ വിസ പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഏജൻസിനെ സമീപിച്ചത്. എൻ്റേതായിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് SOP പ്രിപ്പയർ ചെയ്യുന്നത് തൊട്ട് പിന്നെ എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളാണേലും, പിന്നെ എന്താ പറയണ്ടത് കോളേജ് അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണെങ്കിലും, ക്യാഷ് ലെറ്റർ ആണെങ്കിലും, IELTS ആണെങ്കിലും എല്ലാം ഞാൻ തന്നെ ചെയ്തത്. എനിക്കാരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. മാക്സിമം എങ്ങനെ ചിലവ് കുറയ്ക്കാമോ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ട് വന്നത്. സോ ഈവൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് പോലും എന്ത് കോഴ്സ് എടുക്കണമെന്ന് പോലും ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്. എനിക്കാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടുമില്ല. അങ്ങനെ ചെയ്തിട്ട് വരണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഏജൻസിക്കാർ പോയി കഴിഞ്ഞാൽ അവർക്ക് ചില യൂണിവേഴ്സിറ്റിക്കാരായിട്ട് ടൈപ്പ് ഉണ്ട്. സോ അവർക്ക് കാശും കിട്ടും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് മതി എന്നുള്ള ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത്രയും കാര്യമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എനിക്ക് വലുതായിട്ട് നീട്ടണം എന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും ലൈഫിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് എന്നെ കാണുക. കാരണം ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ഐ ഹാഡ് എ ഡീസൻറ്റ് ജോബ്, ഐ ഹാഡ് എ ഡീസൻറ്റ് ലൈഫ്. അതിനെല്ലാം ഒരു സൈഡിലാക്കിയിട്ടാണ് ഞാൻ 0 പോലും അല്ല, മൈനസിൽ നിന്നാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു, സ്വന്തം ഇതിൽ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ എനിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കാട്ടിലും കഴിവും വിവരമൊക്കെ ഉള്ള ഒത്തിരി പേര്, ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്കും പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ. നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് എത്ര നാളാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനം ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലാതെ ഞാനത് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും കണ്ണു വയ്ക്കുക അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. കാരണം
കണ്ണ് വെച്ചിട്ട് പോകുന്നതാണെങ്കിൽ ഇങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും കേട്ടോ. കാരണം എന്താ പറയണ്ടേ, നമുക്ക് പെർമനൻ്റായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് ചേരേണ്ട സാധനം ദാറ്റ് വിൽ ഓൾവേസ് കം ബാക്ക് ടു അസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആൻഡ് ഓൾസോ ഒരു വൺ മോർ അപ്ഡേറ്റ് എനിക്ക് തരാനുള്ളത്, ഞാൻ എന്താ പറയണ്ടേ, ഒരു ആസ്ട്രോളജിയുടെ ഒരു കോഴ്സ് ഞാൻ ചെയ്തു. ഞാൻ സർട്ടിഫൈഡ് ആണതിൽ. അപ്പോൾ മേ ബി എൻ്റെ ഇപ്പോഴത്തെ ദശ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദശയാണ്. സോ മേ ബി ഐ എം സപ്പോസ് ടു ലൈക്ക് സ്പ്രെഡ് നോളജ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ്. അതുകൊണ്ടായിരിക്കാം. സോ എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഗൈസ്. ഐ വിൽ സ്പീക്ക് ടു യു സൂൺ. ബൈ.